ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഇഡി നടത്തുന്ന പരിശോധന തുടരുന്നു. ദേവസ്വം ബോർഡ് ആസ്ഥാനത്തും പ്രതികളുടെ വീടുകളിലുമാണ് ഇഡിയുടെ റെയ്ഡ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നടന്ന പരിശോധന പൂർത്തിയായി. എന്നാൽ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ പരിശോധന തുടരുകയാണ്. തന്ത്രിയുടെ വീട്ടിൽ ഇഡി പരിശോധനയ്ക്കായി ഇതുവരെ എത്തിയിട്ടില്ല. സിജോ വിജോൺ ചേരുന്നു. സിജോ, പരിശോധന നടക്കുന്നു. വളരെ നിർണായകമായിട്ടുള്ള ഒരു ഘട്ടത്തിലേക്ക് SIT എത്തിയിരിക്കുന്നു എന്നുള്ളത് കൂടിയാണ്. ഇനിയിപ്പോൾ ഈ പരിശോധനയിൽ കണ്ടെത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇന്നലെ കോടതി പറഞ്ഞിരിക്കുന്ന ഞെട്ടിക്കുന്ന കാര്യങ്ങളുണ്ട് VSSയുടെ റിപ്പോർട്ടിലുള്ളത്. അതുമായി ബന്ധപ്പെട്ട പരിശോധനയാണോ നടക്കുന്നത്? ഇതെങ്ങോട്ടായിരിക്കും ഇനി പോകുന്നത്? സാധാരണ ഒരു കേസെടുത്താൽ നമ്മൾ പോലീസൊക്കെ ആണെങ്കിൽ FIR ആണ് രജിസ്റ്റർ ചെയ്യുക, ED ആണെങ്കിൽ ECIR ആണ് അതിനാണ് രജിസ്റ്റർ ചെയ്യുക എന്ന് പറയുന്നത്. അതിനുശേഷമുള്ള EDയുടെ ഏറ്റവും ആദ്യത്തെ നടപടിയാണെന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഈ സ്ഥലത്ത് ചെന്ന് അതിന്റെ പരിശോധനകൾ നടത്തുക എന്നുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ പരിശോധിക്കുക, അതിന്റെ വസ്തുതകൾ പരിശോധിക്കുക, മൊഴികൾ രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. അതാണ് ഇന്ന് വളരെ ആസൂത്രിതമായി അതോടൊപ്പം തന്നെ ഈ കേസിലെ പ്രതികളെയും അതോടൊപ്പം തന്നെ അവരുടെ അടുത്ത ആളുകളെയൊക്കെ ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ ആയിരുന്നു ഇന്ന് EDയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഒരേ സമയം 21 ഇടങ്ങളിൽ അന്വേഷണ സംഘം എത്തുക എന്നുള്ളതായിരുന്നു. അങ്ങനെ കൃത്യമായ സമയത്തെത്തി. ചിലയിടങ്ങളിൽ പരിശോധന കുറച്ച് വൈകേണ്ടി വന്നു. കാരണം ചിലയിടങ്ങളിൽ ഇവിടെ എത്തുന്ന സമയത്ത് ആളുകൾ ഉണ്ടായിരുന്നില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലെത്തുന്ന സമയത്ത് അവിടെ ആളുണ്ടായിരുന്നില്ല. അതോടൊപ്പം തന്നെ ഈ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് എത്തുന്ന സമയത്തും അവിടെ ആ സമയത്ത് ഉദ്യോഗസ്ഥരല്ല. 7 മണിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥരുണ്ടാവില്ലല്ലോ. കാരണം കുറച്ച് ഉദ്യോഗസ്ഥരെ പിന്നീട് വളരെ വേഗത്തിൽ തന്നെ വിളിച്ചു വരുത്തി. പിന്നെ പൊതുമരാമത്ത് വിഭാഗത്തിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെയൊക്കെ ഒരു 9 മണി 9:30 കൂടിയാണ് അവർ എത്തുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും അത്തരം പരിശോധനകളിലേക്കാണ് അന്വേഷണ സംഘം ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇത് എത്രത്തോളം വിവരങ്ങൾ ഇതുവരെയും ഇഡിക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് സംബന്ധിച്ചൊരു വ്യക്തതയില്ല. അതിൽ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് പല രേഖകളും ഒക്കെ SIT തന്നെ ഓൾറെഡി അത് പിടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷമുള്ള ചില രേഖകൾ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ് EDയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. അത് തുടരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടെന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തായിരുന്നു ഒരു പരിശോധന. പിന്നെ മറ്റു പ്രതികളുടെ മുഖ്യപ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി, അതോടൊപ്പം തന്നെ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A പത്മകുമാർ, ഈ സാമ്പത്തിക രേഖകൾ ഇപ്പം അതിപ്പോ ഡിജിറ്റലാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ നേരത്തെ തന്നെ SIT ഇപ്പം സിജോ സൂചിപ്പിച്ചതുപോലെ കണ്ടെത്തിയിട്ടുണ്ട് ചില കാര്യങ്ങൾ. പക്ഷെ അതിനപ്പുറത്തേക്ക് ED അതിൽ എന്തൊക്കെയാണ് അന്വേഷിക്കുന്നത് എന്നുള്ളതാണ്. മാത്രവുമല്ല, ഈ മുരാരി ബാബുവിന്റെയൊക്കെ വീട് പണിഞ്ഞതിൽ ഉൾപ്പെടെ നേരത്തെ തന്നെ ചില സംശയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആഡംബര വീടുകൾ പണിതതുമായി ബന്ധപ്പെട്ടൊക്കെ ആ രീതിയിൽ ഇപ്പൊ പ്രോപ്പർട്ടി വാങ്ങിയതാണെങ്കിലും ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വീട് വെച്ച കാര്യങ്ങളാണെങ്കിലും ഇതുൾപ്പെടെയുള്ള കാര്യങ്ങളാണോ പരിശോധിക്കുന്നത്? അങ്ങനെയെങ്കിൽ എന്തൊക്കെ തെളിവുകൾ EDയെ സംബന്ധിച്ച് നേരത്തെ SIT കോടതി വഴി നൽകിയ റിപ്പോർട്ടിന് അപ്പുറത്തേക്ക് എന്തൊക്കെ കാര്യങ്ങൾ EDക്ക് കണ്ടെത്തേണ്ടതുണ്ട്? ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ED സംശയിക്കുന്നത്. അങ്ങനെ ഒരു പ്രാഥമിക വിലയിരുത്തലാണ് EDക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഇത്തരത്തിൽ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും ഈ കള്ളപ്പണം വാങ്ങിയിട്ടുള്ള ഈ ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ മറ്റ് ബോർഡ് അംഗങ്ങളോ അവരും സ്വന്തം പേരിൽ വസ്തുവകൾ വാങ്ങാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം സ്വാഭാവികമായും പിന്നീട് ഒരു അന്വേഷണം വരുമ്പോൾ അതിന്റെ കണക്കുകൾ കാണിക്കണം. അപ്പോൾ സാധാരണ രീതിയിൽ ചെയ്യുന്നത് അവരുടെ ഏതെങ്കിലും ബന്ധുക്കളുടെ പേരിലോ അതല്ലെങ്കിൽ ഏതെങ്കിലും സുഹൃത്തുക്കളുടെ പേരിലോ വസ്തുവകകൾ വാങ്ങുക അല്ലെങ്കിൽ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ED ഇപ്പോൾ ചെയ്യുന്നതെന്ന് പറയുന്നത് ഇവരിൽ നിന്ന് രേഖകൾ പിടിച്ചെടുക്കുക. അതോടൊപ്പം തന്നെ ഇവരുമായി ബന്ധമുണ്ട്, സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടെന്ന് സംശയിക്കുന്ന ആളുകളിൽ നിന്ന് രേഖകൾ പരിശോധിക്കുക, അവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിക്കുക എന്നുള്ളതാണ്. ഇനി നമ്മൾ അടുത്ത പ്രതീക്ഷിക്കുന്ന ഒരു വിവരം എന്ന് പറയുന്നത് ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കും. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഇന്നലെ SIT കോടതി അറിയിച്ചിരിക്കുന്നത് ഈ കേസിലെ പ്രധാനപ്പെട്ട പ്രതികളുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ആദ്യം ആ മരവിപ്പിക്കൽ നടപടിയിലേക്ക് പോകും. അതിനുശേഷം ഈ കള്ളപ്പണം സ്ഥിരീകരിക്കുന്ന വിവരങ്ങൾ ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ സ്വത്തുവകകൾ പിടിച്ചെടുക്കാനുള്ള നടപടികളിലേക്കാണ് പോവുക. അങ്ങനെ അത് കണ്ടെത്തി നടപടിയാണ്. അതാണ് പ്രൈമറിലി ED ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ പരിശോധനകൾ തുടരുന്നതിനിടെയാണ് ഇത്തരത്തിൽ ഈ അന്വേഷണത്തിനെതിരെ CPM തന്നെ മുതിർന്ന നേതാക്കളും അതോടൊപ്പം തന്നെ ദേവസ്വം വകുപ്പ് മന്ത്രിയൊക്കെ രംഗത്ത് വരുന്നത് എന്നുള്ളതാണ് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട. ഇപ്പൊ പോറ്റിയുടെ വീട്ടിലൊന്നും പരിശോധന ഇതുവരെ നടന്നില്ലെന്ന് മനസ്സിലാക്കുന്നു. പോറ്റിയുടെ വീട്ടിൽ പരിശോധന നടക്കുന്നുണ്ട്. അത് തുടങ്ങാൻ വേണ്ടി അല്പം വൈകി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം അത് അന്വേഷണ സംഘം എത്തുന്ന സമയത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ ആളുകൾ ഉണ്ടായിരുന്നില്ല. പിന്നീട് അവരെ വിളിച്ചു വരുത്തിയാണ് അതിന്റെ നടപടികളിലേക്ക് പോയിരിക്കുന്നത്. പരിശോധനകൾ നടക്കുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലെ പരിശോധന പൂർത്തിയായിട്ടുണ്ട്. അതായത് ഇന്നത്തെ പരിശോധന പൂർത്തിയായിട്ടുണ്ട്. ഇനി സ്വാഭാവികമായിട്ടും കൂടുതൽ തെളിവുകളുടെ ഭാഗമായി വീണ്ടും പരിശോധന നടത്താം.
പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിലും പരിശോധന നടത്തിയിരുന്നു. അതിപ്പോഴും നടക്കുന്നുണ്ട്. ഇനി നമുക്ക് അറിയേണ്ടത് ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ കേസിൽ ഇതുവരെ അറസ്റ്റിലാക്കപ്പെടുന്ന ആളുകളിൽ തന്ത്രിയുടെ വീട്ടിൽ മാത്രമാണ് ഇതുവരെയും പരിശോധന നടത്താത്തത്. എന്തുകൊണ്ടാണ് തന്ത്രിയുടെ വീട്ടിൽ പരിശോധന നടത്താത്തത്? കാരണം 21ഓളം ആളുകളുണ്ട് ഈ കേസിൽ. പ്രതിയേർക്കപ്പെട്ട ആളുകളുണ്ട്, അറസ്റ്റിലാക്കപ്പെട്ടിരുന്ന ആളുകളുണ്ട്, സംശയത്തിന് നിലയിൽ നിൽക്കുന്ന ആളുകളുണ്ട്. മറ്റു പല ആളുകളുടെ പേര് വന്നപ്പോഴും ED തന്ത്രിയുടെ വീട്ടിലേക്കോ തന്ത്രിയുമായി ബന്ധപ്പെട്ട ഇടങ്ങളിലേക്കോ പരിശോധനകൾ വന്നിട്ടില്ല. ഒരുപക്ഷെ ഈ പറയുന്ന പോലെ പ്രാഥമികമായ വിവരശേഖരണം നടത്തിയിട്ടുണ്ടാവാൻ അറിയില്ല. പക്ഷേ എന്തായാലും ഇന്ന് ഇത്രയും ഇടങ്ങളിൽ പരിശോധന നടത്തിയിട്ടും ഇതുവരെ എത്തിയിട്ടില്ല. കേരളത്തിൽ മാത്രമല്ല, തമിഴ്നാട്ടിലും അതോടൊപ്പം തന്നെ ബംഗളൂരുവിലും ഒക്കെ പരിശോധന നടക്കുന്നുണ്ട്. സ്മാർട്ട് ക്രിയേഷൻസ് ചെന്നൈയിലുണ്ട്, ബെല്ലാരിയിലുള്ള ഗോവർദ്ധന്റെ വീട്ടിൽ പരിശോധന നടക്കുന്നുണ്ട്. അവിടെ എല്ലാം നടത്തിയിട്ടും തന്ത്രിയുടെ വീട്ടിലോട്ട് മാത്രം ഇതുവരെയും എത്തിയിട്ടില്ല. അത് എന്തുകൊണ്ട് എത്തിയിട്ടില്ല എന്നുള്ളത് അറിയില്ല. അത് ഉദ്യോഗസ്ഥർ തന്നെയാണ് അത് സംബന്ധിച്ച വിവരങ്ങൾ അറിയേണ്ടത്. ശരി സിജോ.